ഹലോ. അപ്പൊ ഇന്നിന് നമ്മൾ പറയാൻ പോകുന്നത് പ്രാചീന ഇന്ത്യയിലെ വർണ്ണ വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും 4 വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇവരായിരുന്നു 4 വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. വർണ്ണവ്യവസ്ഥിതിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നത് ബ്രാഹ്മണർക്കും, എന്നാൽ ഏറ്റവും താഴ്ന്ന സ്ഥാനം ലഭിച്ചിരുന്നത് ശൂദ്രാസിനുമായിരുന്നു. ഇനി 4 വർണ്ണങ്ങൾക്കും അവരുടേതായിട്ടുള്ള ജോലിയും നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒന്നാമത്തെ വർണ്ണമായിട്ടുള്ള ബ്രാഹ്മണരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വേദങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, യാഗങ്ങൾ ചെയ്യുക, ദാനം കൊടുക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വർണ്ണമായിട്ടുള്ള ക്ഷത്രിയരുടെ ജോലി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക, ജനങ്ങളെ സംരക്ഷിക്കുക, നീതി നടപ്പാക്കുക, വേദങ്ങൾ പഠിക്കുക, യാഗങ്ങൾ ചെയ്യിപ്പിക്കുക, ദാനം നൽകുക. ഇത്രയാണ് ക്ഷത്രിയന്മാരുടെ ജോലി. ഇനി മൂന്നാമത്തെ വർണ്ണം എന്ന് പറയുന്നത് വൈശ്യരാണ്. വൈശ്യരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ക്ഷത്രിയന്മാർ ചെയ്യുന്ന അവസാനത്തെ 3 ജോലികളെ വൈശ്യരും ചെയ്യേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അത് കൂടാതെ കൃഷി, കച്ചവടം, ആടുകളെ മേക്കൽ, ഈ ജോലിയാണ് വൈശ്യർ ചെയ്തിരുന്നത്. ഇനി ഏറ്റവും താഴ്ന്ന വിഭാഗം അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥിതിയിലെ അവസാനത്തെ വർണ്ണമാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ശൂദ്രാസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ 3 വർണ്ണങ്ങളെയും സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് വർണ്ണവ്യവസ്ഥിതി എന്ന് പറഞ്ഞാല്. ഇനി ഈ ഒരു വർണ്ണവ്യവസ്ഥിതിയെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർ സ്വീകരിച്ചിരുന്ന തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് വർണ്ണവ്യവസ്ഥ ഈശ്വര സൃഷ്ടിയാണെന്ന് അവർ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ നിയമങ്ങൾ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ രാജ്യത്ത് നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ അത് പാലിക്കപ്പെടുന്നത് ഉറപ്പുവരുത്തേണ്ടത് രാജാക്കന്മാരുടെ കടമയാണെന്ന് അവർ ആവശ്യപ്പെട്ടു. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയുടെ ജാതിയും പദവിയും നിർണയിക്കപ്പെടുന്നത് ജന്മം കൊണ്ടാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചു. അപ്പൊ ഈ 3 തന്ത്രങ്ങളാണ് ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വർണ്ണവ്യവസ്ഥ അവിടെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.